ഞങ്ങൾ കഴിഞ്ഞ തവണ ട്രിവാൻഡ്രം പോകാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി ഫുൾ കവേർഡ് മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ടോർച്ച് ഓണായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞോട് പറഞ്ഞു, കുഞ്ഞ് കുറേ നേരമായിട്ട് ആ കൊച്ചിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ കുഞ്ഞോട് പറഞ്ഞു, കുഞ്ഞ് ആ ടോർച്ച് ഓണാണെന്നൊന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് അത് പറഞ്ഞതിന് ശേഷം ആ കുഞ്ഞോട് ഒബ്വിയസ്ലി ഒരു ഹെൽപ്പ് ചെയ്തപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. അതിങ്ങനെ മാസ്ക് മാറ്റി. അപ്പം നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഇന്ത്യൻ സ്കിൻ ടോണുള്ള കുട്ടിയാണ്. ശരിക്കും നല്ല വെള്ള പല്ലുകൾ ഭയങ്കര വിസിബിളാണ്. അതുകൊണ്ട് അതിൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും ഒരു ട്വിൻ ലുക്കാണ്, അസാധ്യ ഭംഗി, ഒന്നും പറയാനില്ല. അപ്പോൾ കുഞ്ഞിനോട് വന്ന് പറഞ്ഞു, അമ്മേ ആ ചേച്ചി എന്തൊരു സുന്ദരിയാ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇത് എന്നോട് പറയാതെ നേരിട്ട് പോയിട്ട് ആ കുട്ടിയോട് പറയും, അങ്ങനൊരു ഗുഡ് ഫീൽ തോന്നുന്നു പറഞ്ഞു. കുഞ്ഞ് പോയിട്ട് അതിനോട് പറഞ്ഞു, ചേച്ചിയെ കാണാൻ ഭയങ്കര സുന്ദരിയാണെന്ന്. അപ്പോൾ ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു ചിരി ചിരിച്ചു. എന്നിട്ട് ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താണെന്നറിയാം, ഈ സ്റ്റീരിയോടൈപ്പ് കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, വെളുപ്പ്, കറുപ്പ്, ഹൈറ്റ്, വണ്ണം, ഈ ഒരു മുട്ടോളം മുടി, അങ്ങനത്തെയൊക്കെ കുറേ കൺസെപ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഈ കൺസെപ്റ്റ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഭയങ്കര തടിച്ച ഒരു കുട്ടിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞ ഒരാളെ കാണുന്നു, നല്ല ഡാർക്ക് സ്കിന്നുള്ള ഒരാളെ കാണുന്നു, വീട്ടി സ്കിന്നുള്ള പല സ്കിൻ ടോണിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി പറയണം, നല്ല ഭംഗിയുണ്ടല്ലേടാ എന്ന് പറയണം. അപ്പോൾ കുഞ്ഞ് ഗ്രാജുവലി എല്ലാ മനുഷ്യരിലും ഈ ഒരു ഭംഗി കണ്ടു തുടങ്ങും. അപ്പം എല്ലാ സ്റ്റീരിയോടൈപ്പിക് കൺസെപ്റ്റ്സിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഇവർക്ക് ഭംഗി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ ഈ ഒരു പ്രാക്ടീസ് അറിയാലോ, കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഞാൻ സ്റ്റീരിയോടൈപ്പിക് കൺസെപ്റ്റ്സിനെതിരെ അത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച് തുടങ്ങുകയൊക്കെ ചെയ്തത്. സോ പർപ്പസ്ഫുള്ളി അത് കുഞ്ഞിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ട്രെയിനിൽ കയറിയതിന് ശേഷം ഞാൻ പറഞ്ഞു, ആ ചേച്ചിക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട്, ചേച്ചിയും സുന്ദരിയാണെന്ന് നീ പറഞ്ഞിട്ടില്ല, അവർ രണ്ടുപേരും ഭംഗിയല്ലെന്ന് ചോദിച്ചപ്പോൾ അതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയും സുന്ദരിയാണെന്ന് പിന്നെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കിടയിലൊരു ഇത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും, പക്ഷേ കുട്ടികൾ അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളോട് എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് ഞാനൊരു യൂണിക്കോണാണ് ഗൈസ്. ഈ കുപ്പായം വിദ്യയുടെ ആശ്വാസത്തിന് തുല്യതാണ്, വർഷങ്ങളായിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ ഒരു കളർഫുൾ സ്റ്റൈലിംഗ് വേണം തോന്നി, അതുകൊണ്ട് ഞാൻ സ്റ്റൈൽ ചെയ്തു. ഫുൾ ലുക്ക് കണ്ടാലോ? നല്ല വെയിലാണേ. അപ്പോൾ ഇന്നത്തെ ലുക്ക് ഇതാണ്. ഷെയ്ഡ് അടിക്കുന്നുണ്ട്, എൻ്റെ കേൾസിൻ്റെ ഇത് മുഖത്ത് കാണുന്നുണ്ട്. ഞാൻ ഈ ബീഡിൻ്റെ ഈ ഡ്യൂ ഡ്രോപ്പ് പോലത്തെ കമ്മലാണ്. ഇതിൽ നമുക്കിങ്ങനെ റെയിൻബോ ഷെയ്ഡ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ ബൈ.